all want to be a corporate lawyer, right? Welcome to episode 1 of Law School to Corporate. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു ഇൻഹൗസ് കൗൺസിൽ ആവണോ അല്ലെങ്കിൽ ഒരു ലോ ഫേം അസോസിയേറ്റ് ആവണോ എന്നുള്ളത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഇൻഹൗസ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനീന്റെ ഒരു ലോയർ ആയിട്ട് ഇരിക്കുക. അയാള് ആ കമ്പനീന്റെ സെക്ടർ ഏതാണോ, മേ ബി ഒരു ഹെൽത്ത് സെക്ടർ ആവാം, ഒരു IT സെക്ടർ ആവാം, അങ്ങനെ ആ കമ്പനീന്റെ സെക്ടർ ഏതാണോ ആ സെക്ടറിനെ കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കണം. അത് റിലേറ്റഡ് ലോസ് അറിയാൻ താല്പര്യമുള്ള ആളായിരിക്കണം. ആ ഇൻഡസ്ട്രീന്റെ വർക്കിംഗ് മൊത്തം ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയണം. എന്നാലേ യു ക്യാൻ ഡു ദ കോൺട്രാക്ട്, അല്ലെങ്കിൽ അവരുടെ കംപ്ലയൻസസ് എന്തൊക്കെയാ, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി എന്താ, ഇതൊക്കെ അറിയാൻ പറ്റും. ഇനി അതല്ല, ഒരു ലോ ഫേം അസോസിയേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ലോ ഫേം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലയൻസ് ഉണ്ടാകും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെക്ടേഴ്സിൽ വർക്ക് ചെയ്യും. നിങ്ങളുടെ ചിലപ്പോൾ ഒരു കമ്പനീസ് ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് കമ്പനീസ് നിങ്ങൾക്ക് വരും. അപ്പം അത് ബേസ് ചെയ്ത് അവർ ഹെൽത്ത് സെക്ടറോ IT സെക്ടറോ അങ്ങനെയുള്ള എന്ത് സെക്ടർ ഓഫ് ആൾക്കാരും നിങ്ങൾക്ക് വരാം ക്ലയന്റ് ആയിട്ട്. അവരുടെ ഒക്കെ ലോസ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അവരായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് ഉണ്ടാവും, അവരുടെ അത്രയും ലോസിനെ കുറിച്ചുള്ള നോളജസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു ലോ ഫേം അസോസിയേറ്റിന് മെയിൻ ആയിട്ടുള്ള ചിലപ്പോൾ ആർബിട്രേഷൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അവിടെ വരുന്ന അഡ്വാൻറ്റേജസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. നിങ്ങൾ കോൺഫിഡന്റ് ആണ് ദിസ് ഇസ് യുവർ സെക്ടർ, അല്ലെങ്കിൽ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് സെക്ടർ എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഗോ ഫോർ ആൻ ഇൻഹൗസ് കൗൺസിൽ. whether you are not sure അല്ലെങ്കിൽ you doesn't know what to do, where to start, I prefer you go for a law firm associate. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ലോസിനെ മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ആൻഡ് ആ പഠിത്തത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വിച്ച് ഇസ് യുവർ കംഫർട്ട്, വിച്ച് ഇസ് നോട്ട് യുവർ കംഫർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണോ ദാറ്റ് വിൽ ബി ഓൾവേസ് ദ ബെസ്റ്റ്. സോ സ്റ്റേ ട്യൂൺ ടു ദ സെക്കൻഡ് എപ്പിസോഡ്. ഇറ്റ്സ് മീ Anjana signing off. Bye. If you have some doubts, you comment below.